ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന SCERTയിൽ വിലയും വിപണി എന്ന് പറഞ്ഞ ചാപ്റ്ററാണേ. നമുക്ക് ആദ്യം തന്നെ നോക്കാം. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം പരിഹരിക്കാൻ തികയുകയില്ല. ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധി. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം പരിഹരിക്കാൻ അത് തികയുകയില്ല. ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളായ വായു, ആഹാരം, ജലം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയവയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. നമുക്കറിയാം, ആഹാരം, വായു, ജലം, വസ്ത്രം, പാർപ്പിടം. ജീവിത അഭിലാഷങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ആവശ്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമെങ്കിലും അവ പൊതുവെ ആഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്നു. ജീവിതാഭിലാഷങ്ങൾ ചിലർക്കൊക്കെ കാണും, പക്ഷെ അതൊക്കെ ആഗ്രഹങ്ങളാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ് നിവേശങ്ങൾ. അതാണ് ഇൻപുട്ട്. ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? നിവേശങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്തുക്കളാണ് ഉൽപ്പന്നങ്ങൾ. നിവേശങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്തുക്കൾ ഉൽപ്പന്നങ്ങൾ. നിവേശങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. നിവേശങ്ങളെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്തോന്ന്? ഉൽപ്പാദനം. ഉൽപ്പാദനധർമ്മം. ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കൂടുമ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടി വരുന്നു. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഉൽപ്പാദകർ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് നിവേശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കൽ, മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തൽ, ഉൽപ്പാദക ഘടകങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ. അപ്പോൾ നമുക്ക് ഉൽപ്പാദനം കൂട്ടാൻ എന്തൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. നിവേശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാം, മികച്ച സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം, ഉൽപ്പാദക ഘടകങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഉൽപ്പന്നത്തിൻ്റെ അളവ് അത് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തിയ നിവേശങ്ങളുടെ അളവിനെയും ഉൽപ്പാദനക്ഷമതയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗപ്പെടുത്തിയ നിവേശങ്ങളുടെ അളവിനെയും ഉൽപ്പാദനക്ഷമതയെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇനി നോക്കാം ഉൽപ്പാദനധർമ്മം. ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേശങ്ങളും നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ധർമ്മം, അതാണ് ഉൽപ്പാദനധർമ്മം. എന്താണ് ഉൽപ്പാദനധർമ്മം? ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേശങ്ങളുടെയും നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധം, അതാണ് ഉൽപ്പാദനധർമ്മം. എങ്ങനെയാണ് ഉൽപ്പാദനധർമ്മത്തെ സൂചിപ്പിക്കുന്നത്? Q = F(NL)KO. എന്താണ് Q=F(NL)KO? Q എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഓഫ് NL(KO) ആണ്. Q മൊത്ത ഉൽപ്പന്നത്തിൻ്റെ അളവ്, N ഭൂമി, L തൊഴിൽ,